നമസ്കാരം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം പതിവില്ലാത്ത കാര്യങ്ങളാണ് ബി.ജെ.പിയിൽ നടക്കുന്നത്. പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലുകളും സർക്കാർ ഉത്തരവുകളും മറ്റും മുന്നോട്ട് വെച്ച അതേ വേഗത്തിൽ തിരിച്ചെടുക്കുന്നത് തുടരുന്നതിനിടെയാണ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക പിൻവലിക്കുന്ന നടപടി കൂടി ഉണ്ടായത്. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 44 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കിയ ശേഷം ഉടൻ വെട്ടിച്ചുരുക്കിയ ബി.ജെ.പി ഇപ്പോൾ നാണം കെട്ടിരിക്കുകയാണ്. 44 പേരുടെ പട്ടികയിൽ 2 കശ്മീരി പണ്ഡിറ്റുകളും 14 മുസ്ലിം സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ്, PDP, പാന്തേഴ്സ് പാർട്ടി എന്നിവയിൽ നിന്ന് ബി.ജെ.പിയിൽ ചേർന്ന നിരവധി നേതാക്കളും പട്ടികയിൽ ഇടം നേടിയിരുന്നു. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ബി.ജെ.പി ഇപ്പോൾ 15 സ്ഥാനാർത്ഥികളുടെ പട്ടിക മാത്രമാണ് പ്രസിദ്ധീകരിച്ചത്. ആദ്യം 45 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഉടൻ തന്നെ അത് പിൻവലിക്കുകയായിരുന്നു. തുടർന്നാണ് 15 പേരുടെ മാത്രം പട്ടിക പുറത്തിറക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതിനെ തുടർന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന അതൃപ്തിയുടെ പശ്ചാത്തലത്തിലാണ് പട്ടിക പിൻവലിച്ചതെന്ന സൂചനയുണ്ട്. 45 പേരുടെ പട്ടികയിൽ പ്രധാനപ്പെട്ട 3 നേതാക്കളുടെ പേരുകൾ ഇല്ലാതിരുന്നതും ചർച്ചയായി. ജമ്മുകശ്മീർ ബി.ജെ.പി പ്രസിഡന്റ് രവീന്ദർ റെയ്ന, മുൻ ഉപമുഖ്യമന്ത്രിമാരായ നിർമ്മൽ സിംഗ്, കവീന്ദർ ഗുപ്ത എന്നിവരുടെ അസാന്നിധ്യമാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അതേസമയം കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗിന്റെ സഹോദരൻ ദേവേന്ദ്ര റാണ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. നാഷണൽ കോൺഫറൻസിൽ നിന്ന് ബി.ജെ.പിയിൽ എത്തിയതാണ് അദ്ദേഹം. 44 പേരുടെ പട്ടികയിൽ 2 കശ്മീരി പണ്ഡിറ്റുകളും 14 മുസ്ലിം സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. ആദ്യം പുറത്തിറക്കിയ പട്ടിക പിൻവലിച്ചതോടെ തുടർന്ന് 1ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ട സ്ഥാനാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി പുതിയ പട്ടിക പുറത്തിറക്കുകയാണ് ഉണ്ടായത്. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന ജമ്മു കശ്മീർ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സെപ്റ്റംബർ 19, 25, ഒക്ടോബർ 1 തീയതികളിലാണ് നടക്കുന്നത്. ഒക്ടോബർ 4 വോട്ടെണ്ണും. 2019 കേന്ദ്ര സർക്കാർ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയ ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് കശ്മീരിൽ നടക്കാനിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രതീക്ഷിക്കുകയും ഒരു സഭയ്ക്ക് സാധ്യത കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേരിടുന്ന ആഭ്യന്തര വൈരുദ്ധ്യത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുറപ്പ്.